ഹായ് രാജു, എന്താ ഇവിടെ? ഒന്നുമില്ല. പിന്നെ വരൂ, നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. അവിടെ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ കം ഓൺ യാ. രണ്ട് കൂൾ ഡ്രിങ്ക്സ്. എന്താ ഇങ്ങോട്ടൊക്കെ? ഒന്നുമില്ല, വെറുതെ. മിസ്റ്റർ റോമിയോ പെൺകുട്ടികളൊക്കെ കാണാൻ ഇറങ്ങിയതായിരിക്കും. അല്ല, ഞാൻ ബോംബെയിലുള്ള കുട്ടികളാണോ അതോ കേരളത്തിലുള്ള കുട്ടികളാണോ കാണാൻ ഭംഗി? അത് എല്ലാരും കൊള്ളാം. കൊള്ളാം. വെരി ക്ലെവർ റിപ്ലൈ. എക്സ്ക്യൂസ് മീ. ശോഭേ, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അല്ല, കേട്ടേ പറ്റൂ. ശോഭ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു ധാരണയില്ല. എന്നെ വിടൂ, ഞാൻ പോട്ടെ. മിസ്റ്റർ, എന്താ ശോഭേ, ആരത്? എനിക്കറിയില്ല. അജയ്, ഇയാൾ വളരെ നേരമായി എന്നെ ശല്യപ്പെടുത്തുകയാണ്. ഷെടാ, നമ്മളൊക്കെ മഫന്മാരാണെന്ന് വിചാരിച്ചോ? അല്ല, പുറത്തുനിന്ന് ഒരുത്തൻ കോളേജിൽ കയറി വന്നിട്ടേ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ ഒന്നും പറയണ്ട. നിന്റെ എല്ല് ഞങ്ങൾ പോലും. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഒന്നും കേൾക്കണ്ട. കുറച്ച് കാശുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു പാവപ്പെട്ട പെൺകുട്ടികളെ വലയിടാൻ. അനാവശ്യം പറയരുത്. ഞാനും കോളേജിലൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. എന്നിട്ടാണോ മോനെ നമ്മളെയൊക്കെ ആസാക്കി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? മോനെ, നേതാവിനോട് മാപ്പ് പറഞ്ഞിട്ട് തലങ്കലേക്ക് എന്താണ് നോക്കുന്നത്? മാപ്പ് കയ്യടാ. എടുത്തില്ലെങ്കിൽ ഡോണ്ട് ട്രൈ മൈ പേഷ്യൻസ്. അവന്റെ ഒരു ഇംഗ്ലീഷ്. ശോഭേ, 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 പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ ഇത്രയും നാൾ വഞ്ചിക്കുകയായിരുന്നല്ലേ? ശോഭേ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. രാജു ഇവിടെ നിന്നും പോയില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് നിന്ന് നിലവിളിക്കും. പോ. ഞാനിപ്പോ പോവാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് കൂടി ശോഭ കേൾക്കണം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മൾ എന്നും കാണാറുള്ള കിളിമരത്തിന്റെ ചോട്ടിൽ ഞാൻ കാത്തു നിൽക്കും. ശോഭ വരുന്നവരെ ഞാൻ അവിടെ തന്നെ നിൽക്കും. കോളേജിൽ ശോഭയെ തിരക്കി നടക്കുകയായിരുന്നു. എന്തു പറ്റി? ഇന്നലെ കണ്ടില്ലല്ലോ. എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. എന്തിനാ കുട്ടി എന്നോട് ഒളിച്ചു കളിയല്ല? രാജു എന്നോട് എല്ലാം പറഞ്ഞു. ശോഭ രാജുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ശോഭ കരുതുന്നത് പോലെ ഞാനും രാജുവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ കാരണം ഒരു ബന്ധം തകരാൻ പാടില്ല എന്ന് കരുതിയാ ഞാൻ ഇവിടെ വരെ വന്നത്. ഇനിയല്ല ശോഭയുടെ ഇഷ്ടം പോലെ. മായി,
വേണ്ട, നിങ്ങളുടെ പിണക്കൊക്കെ തീർന്നിട്ട് ഞാൻ വീണ്ടും വരാം. ഓൾ ദി ബെസ്റ്റ്. ഞാനിപ്പോ പോവാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് കൂടി ശോഭ കേൾക്കണം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മൾ എന്നും കാണാറുള്ള കിളിമരത്തിന്റെ ചോട്ടിൽ ഞാൻ കാത്തു നിൽക്കും. ശോഭ വരുന്നവരെ ഞാൻ അവിടെ തന്നെ നിൽക്കും. നിർത്ത ഫോട്ടോ എടുക്ക. ശ്രീധര, ശ്രീധരനോ? നിങ്ങൾക്ക് ആള് വെച്ചേ കാണും. എന്റെ പേര് ശ്രീധരൻ എന്നല്ല. ഇല്ല ശ്രീധര, പ്രായമായെങ്കിലും കണ്ണിന് ഓർമ്മയ്ക്കും തകരാറൊന്നും വന്നിട്ടില്ല. അല്ല, ഞാൻ ശ്രീധരനല്ല. എനിക്ക് നിങ്ങളെ പരിചയവുമില്ല. എത്ര കാലം നടന്നു, എവിടെല്ലാം അന്വേഷിച്ചു. ഒടുവിൽ ഈശ്വരനാ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. എനിക്കിതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ സമയമില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. ശ്രീധരനെ അന്വേഷിച്ചുകൊണ്ട് വന്നില്ല. ശ്രീധര, ശ്രീധര, മോളെ, നിനക്ക് എന്നെ മനസ്സിലായോ? ആരാ അത്? ഓടിയാത്ത പോകാനല്ലേ പറഞ്ഞത്? എന്ത് വേണം? ശ്രീധര, ഞാൻ അവളെ പിടിച്ചോണ്ട് പോവാൻ വന്നതല്ല. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം നീ അവളെ എന്റെ കൂടെ അയക്കണം. എന്തിനെ, കൊല്ലാനോ? നീ ഇപ്പോഴും അത് തന്നെ വിശ്വസിക്കുന്നില്ലേ? ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ചു എന്ന് കരുതി സ്വന്തം മക്കളെ ആരെങ്കിലും കൊല്ലാറുണ്ടോ? അത്രയ്ക്ക് ദുഷ്ടനാണോ ശ്രീധര ഞാൻ? വിശദീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സ്വൈര്യം കെടുത്താതെ ഇവിടെ നിന്ന് പോയി തന്നാ മതി. മേലാൽ ഇങ്ങോട്ട് കിടക്കുകയായിരുന്നു. നടന്നത് എന്തൊക്കെയാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നീ മനസ്സിലാക്കും. നീ മോളെ വിളിക്ക്, എനിക്ക് അവളോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇവിടെ ഒരു മോളേ ഉള്ളൂ. അതെന്റെ മോളുടെ മോള. ആരും അവകാശം പറഞ്ഞുകൊണ്ട് വരണ്ട. ശ്രീധര, രുക്മിണിക്ക് വളരെ കൂടുതലാണ്. കൊച്ചുപോലെ കാണണമെന്ന് പറഞ്ഞ് അവൾ വല്ലാതെ ബഹളം കൂട്ടുന്നുണ്ട്. ഇതുവരെ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ ആളെ വിളിച്ചു കൂട്ടണോ? വയസ്സുകാലത്ത് കണ്ടവന്റെ കൈ കൊണ്ട് യാവണമെന്ന് ജാതകത്തിലുണ്ടോ? ഞാൻ പൊക്കോളാം. ഒരു പ്രാവശ്യം ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ ശ്രീധര. ഇനി എന്റെ സ്വഭാവം മാറും. ഇറങ്ങി പോടോ. സംഗതികളെല്ലാം വീണ്ടും വഷളാക്കി. എന്തുണ്ടായി? സ്വത്തെല്ലാം ചെറുമകളുടെ പേരിൽ എഴുതി വെച്ചു. അപ്പോൾ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയുമല്ലോ. ഇനി ആ കിളവനെ ജീവനോട് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അതിന് സമയമായിട്ടില്ല. നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിക്കാറായില്ലല്ലോ. പിന്നെന്താണ് ഒരു വഴി? ആ പെണ്ണിനെ നീ വിവാഹം കഴിച്ചാലും മതിയല്ലോ. എടാ മോനെ, ബൈ ഹൂക്ക് ആർ ഹൂക്ക് ഈ സ്വത്തെല്ലാം നമ്മുടേതാക്കണം. സ്വത്തിനെ മോഹിച്ച് മാത്രം ഞാൻ പറയുന്നതല്ല. കുമാരൻ നായരുടെ തറവാട്ടുകാരോട് നമുക്കുള്ള പകയ്ക്ക് കൊല്ലങ്ങളോളം പഴക്കമുണ്ട്.
ആ, ഇതാണ് ആ പെണ്ണിന്റെ അഡ്രസ്. ഒരച്ഛൻ എന്ന നിലയിൽ അവളെ എങ്ങനെ വശപ്പെടുത്തണമെന്ന് കൂടി പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടുണ്ട്. ആ, കാര്യമാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ശോഭ, വിളയിൽ ഹൗസ്. മുജ്ജന്മ സുഹൃതമാണെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു ഡാഡിയെ കിട്ടിയത്. ഓ, എന്റെ ശോഭയെ. എന്താ അച്ഛാ? ആ മോളെ, ഇനി റിസൾട്ട് അറിയുന്നവരെ ടൈപ്പിന് പോകണ്ടല്ലോ. അതുവരെ നീ തനിച്ചേ ഇവിടെ കാണും. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ വീടിന്റെ പുറകുവശം ഞാൻ പൂട്ടി, മുൻവശം പൂട്ടി, താക്കോല് കൈ കൊണ്ടുപോകാൻ പോണു. അയ്യോ അച്ഛാ, നീ എന്തിനു പേടിക്കണു? ഇതിനകത്ത് ബാത്റൂം ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നിനക്ക് പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആ, പിന്നെ വേറൊരു കാര്യം, ഇതെന്താ അച്ഛാ? പിടി 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 പിടി. ആ, ഞാനത് പറയാൻ മറന്നുപോയി. ആ, ഇനി ഈ റബ്ബർ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് ഈ ഇലക്ട്രിക് സ്വിച്ചുകളൊക്കെ ഇടാവൂ. ഇലക്ട്രിക് കില്ലർ എന്ന നോവലിൽ മതി മതി, മനസ്സിലായി. ഈ വീട് ഇങ്ങനെ പൂട്ടണോ അച്ഛാ? പൂട്ടണം. അത് ഞാനാ തീരുമാനിക്കേണ്ടത്. കുറ്റിടെ. ഇങ്ങനെ ദിവസവും ക്ലാസ് കട്ട് ചെയ്ത് വരുന്നത് അപ്പൂപ്പനെങ്ങാനും അറിഞ്ഞാൽ? പിന്നെ മൂപ്പിൽ സിനിമ നോക്കാനല്ലേ നേരം. ഇരിക്കെ. കൊള്ളാം. നമ്മുടെ റൊമാൻസ് വളർന്ന് വളർന്ന് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് വരികയായോ? ഒരു കുഴപ്പമില്ല. ആരും ഇപ്പൊ ഇതുവഴി വരാൻ പോണില്ല. ആ കൈ കാണിക്ക്, ആ കൈ കാണിക്ക്. ഇതാണ് ലൈഫ് ലൈൻ, ആയുർരേഖ. ഹസ്തരേഖ ശാസ്ത്രമൊക്കെ ആര് പഠിപ്പിച്ചു? ആരും പഠിപ്പിച്ചതല്ല, ഞാൻ സ്വയം പഠിച്ചതാ. ഈ രേഖ പ്രകാരം ശോഭ 102 വയസ്സ് വരെ ജീവിച്ചിരിക്കും. 102 വയസ്സോ? ഇതാ, ഇത് ലവ് ലൈൻ. ഈ പ്രേമരേഖ പ്രകാരമാണ് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്രേമരേഖയോ? അങ്ങനെ ഒരു രേഖയെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ആ, എന്നാ ഇപ്പൊ കേട്ടോളൂ. അയ്യോ, ഈ രേഖയ്ക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ. എന്താണ്? ഈ രേഖ അനുസരിച്ച് ശോഭ ഇഷ്ടപ്പെടുന്ന ആളെ വിവാഹം കഴിക്കാൻ ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാവില്ല എന്ന്. Hey, can't you believe? പെൺകുട്ടികളായാലും ഇതുപോലെ സ്മാർട്ട് ആയിരിക്കണം. ഐ ലൈക്ക് ഇറ്റ്. എന്നെ മനസ്സിലായില്ലല്ലേ? എന്റെ പേര് സതീശൻ. ശോഭ എനിക്കറിയാം. ആ, ഇനി വന്ന കാര്യം പറയാം. വിദ്യാഭ്യാസമുള്ള കുട്ടിയായതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ സെൻസ് ശോഭയ്ക്ക് എളുപ്പം മനസ്സിലാവും. ആ, പിന്നെ ഈ പീക്കിരി പിള്ളേരെ മാതിരി പ്രേമെന്നൊന്നും പറഞ്ഞ് നടക്കാൻ എനിക്കറിയില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. ശോഭ എനിക്കിഷ്ടമാണ്. ഞാൻ ശോഭയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ശോഭയ്ക്ക് ഷോക്കായി പോയല്ലേ? ഐ ആം വെരി സീരിയസ്. ശോഭയുടെ അപ്പൂപ്പനാണല്ലേ? അപ്പൂപ്പനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ ഞാൻ വന്നത്. വാ, അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. വാ അപ്പൂപ്പ. ആരോരുമില്ലാത്തൊരു അനാഥനാണ് ഞാൻ. ഇവിടെ അടുത്തുള്ള ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ജോലി ചെയ്യുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ശോഭ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു. അതിന് അവളുടെ വിവാഹം വേണ്ട. അങ്ങനെ ഉടനെ ഒരു തീരുമാനം എടുക്കണ്ട. ഞാൻ പോയിട്ട് പിന്നീട് വരാം. ഞാൻ വരട്ടെ. ഞാൻ പോയെന്ന് ശോഭയോട് പറഞ്ഞേക്കണേ അപ്പൂപ്പ. ഞാൻ വരട്ടെ.
എന്താ അച്ഛാ ഇത്ര നേരം വൈകിയത്? മോളെ, എനിക്കൊരു അബദ്ധം പറ്റി. എന്താ? എല്ലാ താക്കോലും കളഞ്ഞുപോയി. അയ്യോ അച്ഛാ, പിന്നെ എങ്ങനെ അകത്ത് കയറും? അതാ ഞാനിപ്പോ ആലോചിക്കണേ. എങ്കിൽ നമുക്ക് പൂട്ടടിച്ച് പൊളിച്ചാലോ? അതത്ര എളുപ്പമല്ല. മാത്രമല്ല, ആ പൂട്ട് വളരെ വില കൂടിയതാണ്. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ എന്തായാലും ഞാൻ അതിനകത്ത് വരും. ഓരോരുത്തന്മാര് ഊമക്കത്തയച്ചോളൂ. പട്ടാപ്പകൽ മോഷണം, മോഷണശല്യം പെരുകുന്നു, തീവട്ടി കൊള്ളയെന്നൊക്കെ. ഇതൊക്കെ എഴുതി വിടാൻ കുറെ പത്രക്കാരന്മാർ. അവന്മാർക്ക് അങ്ങ് എഴുതി വിട്ടാ മതിയല്ലോ. ബാക്കിയുള്ള നമ്മളെ പോലുള്ള ആളുകളാണ് കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നാ ഏവനെങ്കിലും വന്ന് ചിക്കണമല്ലേ? ചിക്കുവണ്ണ എനിക്കൊരു മെഡലും. അതോ അതാ വീട്ടിന്റെ മുകളിൽ മെഡലോ? ഒരുത്തൈ. ഇതാണ് മോളെ നിന്റെ അച്ഛൻ ദുർഗാദാസ്. ഡിറ്റക്റ്റീവ് നോവലുകൾ വായിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? പിള്ളേ, ഏനിയും കൊണ്ടുവന്നാണല്ലോ മോഷണം. എന്നാ പാനും ഷർട്ടും ഉണ്ടല്ലേ? പ്ലെയിനിൽ വന്ന് ഓരോരുത്തന്മാര് മോട്ടിക്കുന്നു. പിന്നെ ആ പാന്റും ഷർട്ടും ഇറങ്ങി വാടാതെ ഇറങ്ങി വാടാതെ പിന്നെ ഉളച്ച് പിടിച്ച് കൂടിക്കൂടാ. ചത്താലും ഇത് നമ്മുടെ ദുർഗാ സാറല്ലേ? ഏത് സാറേ? ഇതാണ് ദുർഗാദാസ്. അയ്യോ സാറ് ചിരിക്കല്ലേ. ഹലോ, ഐ എം സതീഷ്. ഹലോ, എന്റെ പേര് രാജു. എനിക്കറിയാം. രാജു എന്നെ ഒന്ന് സഹായിക്കണം. ഞാനോ? അതെ, രാജു ഇപ്പൊ കാത്തു നിൽക്കുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, ശോഭ. ഞാനും ശോഭയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചു. വിവാഹം? നോ ഇന്ററപ്ഷൻസ്. ഞാൻ പറയുന്ന മുഴുവനും കേൾക്കൂ. അതുകൊണ്ട് ഇനി ശോഭയെ കാണാൻ ശ്രമിക്കരുത്. ആദ്യം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതിന് കഴിയാതെ വന്നാൽ വേണ്ട, അതിന്റെ ഒന്നും ആവശ്യം രാജു വരുത്തിയില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ഞാൻ വരട്ടെ. അല്ല, നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പയ്യൻ വഴിതെറ്റണ്ടെന്ന് കരുതി പറഞ്ഞതാ. ആ പെണ്ണിന്റെ വീട്ടുകാർ നിങ്ങളുടെ സ്വത്തിൽ ഭ്രമിച്ചിരിക്കുക. നിങ്ങൾ എന്നെ അറിയിച്ചത് നന്നായി. The rest I will manage. Okay? Thank you. രാജു, രാജു. കുഞ്ഞു പുറത്തേക്ക് പോയിരിക്കെ. എന്റെ അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുന്ന വിശ്വാസം എനിക്കില്ല. ഓരോ ദിവസം കഴിയും തോറും ശോഭയ്ക്ക് വേണ്ടി പുതിയ സ്ഥാനാർത്ഥികൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ശരി രാജു, പക്ഷേ എല്ലാരും എതിർത്തുകൊണ്ട്. എല്ലാവരുടെയും സമ്മതത്തോടുള്ള വിവാഹം അടുത്ത ജന്മത്തിലാകാം. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഒറ്റ വഴിയേ ഉള്ളൂ, രജിസ്റ്റർ മാരേജ്. പക്ഷെ അതിനൊരു ചെറിയ തടസ്സമുണ്ട്. 3 മാസം കൂടെ കഴിഞ്ഞ് രജിസ്റ്റർ വിവാഹം കഴിക്കാനുള്ള പ്രായം ശോഭയ്ക്ക് തികയും. അതിനവൻ ചന്ദ്രൻ ചേട്ടൻ വരും. മുട്ടേന്ന് വിരിയുമ്പേ പ്രേമം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചാ ഇങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന ആള് വയസ്സനായിരിക്കും. ആ, 3 മാസം കൂടി നമ്മുടെ ഈ ബന്ധം രഹസ്യമായി സൂക്ഷിക്കണം. കല്യാണം കഴിഞ്ഞാ പിന്നെ ആരെ പേടിക്കണം? ആരെങ്കിലും